പരാതിക്കാരൻ ശ്രീ ചന്ദ്രസേനൻ ചേരുന്നു. ശ്രീ ചന്ദ്രസേനൻ, എന്തായിരുന്നു നിങ്ങളുടെ ഹർജി? ആ ഹർജിയിൽ കോടതിയുടെ തീരുമാനം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ചന്ദ്രസേനൻ? വെള്ളാപ്പള്ളി നടേശനും ഭാരവാഹികളും SNDP യോഗത്തിന്റെ വാർഷിക സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും റിപ്പോർട്ടും തുടർച്ചയായി 3 വർഷം ഹാജരാക്കിയില്ല. IGF രജിസ്ട്രേഷനിൽ തുടർച്ചയായി 3 അല്ല 9 വർഷം ഹാജരാക്കിയില്ല. ആ കാരണത്താലും ഡിൻ നമ്പർ അവർ നിരവധി 170 ഡയറക്ടർമാരിൽ കേവലം 8-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ഡിൻ ഉണ്ടായിരുന്നുള്ളൂ. ആ കാരണത്താലും കൂടാതെ ഡിൻ ഉള്ള വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഉള്ളവർ പോലും ഡിന്നിന്റെ മാൻഡേറ്ററി പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യാതെ അത് രജിസ്ട്രാർക്ക് നൽകാതെ ഇരുന്നതിനാലും അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തത്. ആ കേസ് പൂർണ്ണമായും ഇന്ന് കോടതി അംഗീകരിച്ചു. നിങ്ങളുടെ പ്രയർ എന്തായിരുന്നു കൃത്യമായി കോടതിയിൽ? ഞങ്ങളുടെ പ്രയർ ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, ഭാരവാഹികളെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, ഡിന്നില്ലാത്ത ബോർഡ് മെമ്പർമാരെ മുഴുവൻ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നതായിരുന്നു. അത് പൂർണ്ണമായും കോടതി അംഗീകരിച്ചു. ഇപ്പോൾ ഓർഡർ വരും. അപ്പൊ SN ട്രസ്റ്റിന്റെ കൂടുതൽ ഭാരവാഹികൾ കൂടി അയോഗ്യരാകുമോ? SN ട്രസ്റ്റ് ഇല്ല, SNDP യോഗത്തിന്റെ SNDP യോഗത്തിന്റെ കൂടുതൽ ഭാരവാഹികൾ കൂടി അയോഗ്യരാകുമോ വെള്ളപ്പള്ളിക്കൊപ്പം? SNDP യോഗത്തിന്റെ മുഴുവൻ ഭാരവാഹികൾ അയോഗ്യരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ഓഫീസ് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അവർ വെക്കേറ്റ് ചെയ്തു. ഈ നിമിഷം മുതൽ അവർ ഭാരവാഹികളല്ല, SNDP യോഗത്തിന്റെ ഭാരവാഹികളല്ല. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും MN സോമനും അരേക്കണ്ടി സന്തോഷും ഇപ്പോ ഈ നിമിഷം മുതൽ അവർ SNDP യോഗത്തിന്റെ ഭാരവാഹികളല്ല. ആ ഭാരവാഹികളെ പുതുതായി താൽക്കാലികമായി അതിന് ചുമതല നടത്തുവാൻ വേണ്ടി സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ആ ചുമതല IGF രജിസ്ട്രേഷൻ ചെയ്യണം, IG ചെയ്യണമെന്നാണ് ഇന്നത്തെ ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. ആവശ്യമായ ഡയറക്ടേഴ്സിനെയും അത്യാവശ്യമായ ഡയറക്ടേഴ്സിനെയും 8 അല്ലെങ്കിൽ 15 ഡയറക്ടേഴ്സിനെ അവർ താൽക്കാലികമായി നിയമിച്ച് താൽക്കാലിക ഭരണം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം കോടതിയുടെ. അല്ല ചന്ദ്രസേനൻ, ഇത്ര വിശദമായ വാദം കേൾക്കുന്ന വാദം കേൾക്കുമ്പോൾ കോടതി എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിരുന്നോ? വാദം കേൾക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വാദം കോടതിയിൽ എന്തായിരുന്നു ശ്രീ ചന്ദ്രസേനൻ? വെള്ളാപ്പള്ളിയുടെ വാദം ഇത് IGF രജിസ്ട്രേഷന് ഇവിടെ ഡിൻ നമ്പർ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും ഡിൻ ഉണ്ടെന്നും ഡിന് ഞങ്ങൾക്ക് ബാധകമല്ലെന്നും അങ്ങനെ ഒരു വാദം. രണ്ടാമത്തെ വാദം അവർ പറഞ്ഞത് 3 വർഷം തുടർച്ചയായി കണക്ക് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞതിന് ഞങ്ങൾ എക്സംഷൻ വാങ്ങിച്ചു കോടതി ഗവൺമെന്റിൽ നിന്നും. ആ എക്സംഷൻ വാങ്ങിച്ചുകൊണ്ട് ഡിസ്ക്വാളിഫൈ ആകത്തില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ എത്ര എക്സംഷൻ വാങ്ങിച്ചാലും ശരി, ആ എക്സംഷൻ അല്ല, അതിനുള്ള ഒരു ഇതുണ്ട്, എക്സംഷൻ എന്ന് പറയാം. അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയോഗ്യരാകും ആകത്തില്ല എന്ന് പറഞ്ഞതിന് യാതൊരു കഴമ്പുമില്ല. കാര്യം കമ്പനി നിയമപ്രകാരം 3 വർഷം തുടർച്ചയായി കണക്ക് ഹാജരാക്കാതിരുന്നാൽ അതിന് ഫൈൻ അടയ്ക്കണം. ഇവർ ഫൈൻ അടച്ചു. അവർക്ക് കണക്ക് ഹാജരാക്കാതിന്റെ പേരിൽ അവർ അഡ്ജുഡിക്കേഷൻ വന്നു. അഡ്ജുഡിക്കേഷനിൽ 1 ലക്ഷം രൂപ ഫൈൻ അടച്ചു അവര്. അപ്പോൾ 3 വർഷം അവർ ഹാജരാക്കിയില്ലെന്നും രണ്ടാമത്തെ 3 വർഷം ഹാജരാക്കാത്തതിനും ഫൈൻ അടച്ചു. ഈ 2 ഫൈൻ അടച്ചപ്പോൾ അവർ കണക്ക് ഹാജരാക്കിയില്ലെന്നുള്ളത് ക്ലിയറായി. ഡിന്നിനെ സംബന്ധിച്ച് IGF രജിസ്ട്രേഷൻ തന്നെ ഉത്തരവിൽ തന്നെ പറയുന്നു, ഡിന്നിനെ സംബന്ധിച്ച് ഞാൻ തീരുമാനം എടുക്കുന്നില്ല, ഇവർക്കാർക്കും ഡിൻ ഇല്ല എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. അന്ന് ഇമ്പശേഖർ എന്ന് പറയുന്ന അന്നത്തെ IGF രജിസ്ട്രേഷൻ എഴുതിയിരുന്നു. പക്ഷെ അദ്ദേഹം തീരുമാനം എടുത്തില്ല. ആ തീരുമാനമാണ് ഹൈക്കോടതി ഞങ്ങൾ ചോദ്യം ചെയ്തു. ആ ഹൈക്കോടതി ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നത്. ചന്ദ്രസേനൻ, എനിക്ക് സാങ്കേതികമായി പറഞ്ഞ മൊത്തത്തിൽ പിടിയിട്ടില്ല സത്യം പറഞ്ഞ. പക്ഷേ ഈ 3 വർഷത്തെ കണക്ക് ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ നേർക്കുന്ന ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ തട്ടിപ്പ് നടത്തിയെന്നാണോ? വെള്ളാപ്പള്ളി നടേശൻ കണക്ക് ഹാജരാക്കാത്തതിന്റെ പ്രധാന കാരണം മൈക്രോ ഫിനാൻസ് കേസ് ഉൾപ്പെടെയുള്ള ധാരാളം ക്രമക്കേട് അതിനകത്തുണ്ട്. അതുകൊണ്ട് കൃത്യമായ കണക്കുകളൊന്നും അയാൾ സൂക്ഷിച്ചിട്ടില്ല. IGF രജിസ്ട്രേഷന് അന്ന് ഹാജരാക്കിയ കണക്കിൽ പോലും ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് കണക്കില്ല. അത് അംഗങ്ങൾക്ക് കൊടുത്ത് സർക്കുലേറ്റ് ചെയ്ത ആഡിറ്റർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിലും ഇല്ല ഇത്. അപ്പോ അവർ തട്ടിപ്പ് നടത്തിയ ആ കണക്കുകൾ ഗവൺമെന്റിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന കുഴപ്പം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.